അഡീനിയം പ്ലാന്റിൻ്റെ നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. 2 അഡീനിയം പ്ലാന്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അവർ രണ്ടുപേരും ഒത്തിരി സുന്ദരികളാണ്. അവരെ കാണുവാനുള്ള ഭംഗി കാരണം ഞാൻ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ ഇവരെ ഒന്ന് കണ്ടു നോക്കിക്കേ, എന്താ ഭംഗി! ആ പൂവിൻ്റെ സൗന്ദര്യം അങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാനായിട്ട് എന്ത് രസമാണ് അല്ലേ! അത്ര മനോഹരമാണ് ഇവരുടെ പൂക്കൾ. അതുകൊണ്ടാണ് ഇവയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ പ്ലാന്റുകൾ ഞാൻ സ്വയമേ ബഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ ഇത് ഞാൻ ബഡ് ചെയ്തതല്ല, ഇവരുടെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇവരുടെ മദർ പ്ലാന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. അതിൽ നിറയെ ഇല കാണാതെ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് ഇവർ രണ്ടുപേരുടെയും മദർ പ്ലാന്റുകൾ. അപ്പോൾ അത് കണ്ടാണ് ഞാൻ ഈ ചെറിയ പ്ലാന്റ് വാങ്ങിച്ചത്. ഇതിപ്പോൾ വാങ്ങി വെച്ചിട്ട് 4 വർഷത്തോളമായി. എന്നാൽ ഇത്രയധികം പൂക്കൾ ഇതിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ നന്നായി വളമൊക്കെ കൊടുത്ത് നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കുമായിരുന്നു. നല്ലതായിട്ട് മുട്ടുകളൊക്കെ വന്ന സമയത്ത് നല്ല മഴയായിപ്പോയി. ആ മഴയത്ത് ആ മുട്ടുകൾ മുഴുവൻ ചീഞ്ഞു പോയായിരുന്നു. പിന്നെ അതിൽ നിന്നും കുറച്ച് മുട്ടുകൾ മാത്രം രക്ഷപ്പെട്ടു. അതിൽ നിന്നാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. അഡീനിയത്തിൻ്റെ ഇതുപോലത്തെ 1-2 പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റം വളരെ മനോഹരമാക്കാം. ഇഷ്ടം പോലെ പൂമ്പാറ്റകൾ തേൻ കുടിക്കാനും ഒക്കെ ആയിട്ട് ഇതിലേക്ക് വരുന്ന കാണാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി ഒരു പ്രത്യേക ആകർഷണീയമാണ്. ഇത് ഞാൻ 195 രൂപയ്ക്ക് വാങ്ങിയ പ്ലാന്റുകളാണ് രണ്ടും. എന്നാൽ ഇത് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് അല്പം വലുപ്പമൊക്കെ വെച്ചത്. എൻ്റെ കോഡക്സൊക്കെ ഇച്ചിരി വലുപ്പമൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചധികം പൂക്കൾ ഇതിൽ വന്നിരുന്നു. പക്ഷെങ്കിൽ നമ്മൾ അതൊന്ന് എടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് 1-2 ദിവസം കൂടെ നിൽക്കട്ടെ, ബാക്കിയുള്ള പൂക്കളോട് വിരിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമെന്ന് കണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ള പൂക്കളങ്ങ് പൊഴിഞ്ഞു പോകും. അതാണ് ഇതിൽ മുമ്പും ഇതിൽ നിരവധി പൂക്കൾ ഉണ്ടായിരുന്നു. പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ല വെയിലത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ആവശ്യമെങ്കിൽ അധികം നല്ല കരുത്തൊന്നും ഇല്ല എങ്കിൽ മാത്രം നമ്മൾ അല്പം വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ കൂടുതലും ഞാൻ മുട്ടത്തോടും അതുപോലെ തന്നെ ചായ അരിച്ചെടുക്കുന്നതിൻ്റെതായ അതിൻ്റെ ആ വേസ്റ്റുമാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഉണ്ടാകുന്ന പൂക്കൾക്ക് നല്ല കളറുകൾ ഉണ്ടാകാറുണ്ട്. ഒരു മങ്ങിയ കളറാണെങ്കിൽ പോലും അതിന് ആ കളറിനൊരു പ്രത്യേക ഒരു ആകർഷണം ഉണ്ടാകാറുണ്ട്. കാരണം ഈ ചായപ്പൊടിയുടെ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന വേസ്റ്റും അതുപോലെ തന്നെ മുട്ടത്തോടും നല്ല കളറും നല്ല വലിപ്പമുള്ള പൂക്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് ചെടിക്ക് സഹായവുമാകുന്നുണ്ട്. കരുത്തില്ലാത്ത ചെടികൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയും അങ്ങനെയുള്ള കമ്പോസ്റ്റ് വളങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വളം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഒത്തിരി പൊങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതായ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ആ മുറിക്കുന്ന അവിടം മുതൽ നല്ലതായിട്ട് ശിഖരങ്ങൾ പൊട്ടുകയും ആ പൊട്ടി വരുന്ന ശിഖരങ്ങളെ നിറച്ചും മുട്ടുകൾ പിടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് കൂടുതൽ ശിഖരങ്ങൾ ഇതിൽ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അത് ഒറ്റൊരു കമ്പ് അല്ലെങ്കിൽ 2 കമ്പായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അത് അങ്ങ് നീളത്തിൽ അങ്ങ് പൊങ്ങിപ്പോകത്തേ ഉള്ളൂ. അതിൻ്റെ ഒരു പകുതി കണ്ട് അത് മുറിച്ച് കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കണം. എന്നാലേ നിരവധി ശിഖരങ്ങൾ അതിലേക്ക് ഉണ്ടാവുള്ളൂ. ചെറിയ പുഴുക്കളുടെ കീടാക്രമണങ്ങൾ ഇതിൽ വളരെയധികം ഉണ്ടാകാറുണ്ട്. എങ്ങനെയായിരുന്നാലും 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ ഇതിനെ ശരിക്കും നമ്മൾ പരിചരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വേഗം ആ പുഴുക്കൾ വന്ന് ഇതിൻ്റെ ഇലകളും ചെറിയ വരുന്ന മുട്ടുകളും എല്ലാം തിന്നുകളയാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വെള്ളം എന്നും കൊടുത്തില്ലെങ്കിലും ആഴ്ചയിൽ 1 മാത്രം വെള്ളം കൊടുത്താൽ മതി, അല്ലെങ്കിൽ മണ്ണ് ഡ്രൈ ആകുന്നതനുസരിച്ച് വെള്ളം കൊടുത്താൽ മതി. പക്ഷേങ്കിൽ എന്നും ഇവയെ നോക്കുകയും സന്ദർശിക്കുകയും ചെയ്യണം. എന്നാലേ ആ നല്ലൊരു അഡീനിയമായിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോഴേ ഇതൊക്കെയാണ് എൻ്റെ പുതിയ 2 അടീനിയത്തിൻ്റെ വിശേഷങ്ങൾ. ഇനിയും പൂക്കൾ വിടരാനുണ്ട്, പുതിയ പുതിയ പൂക്കൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാനുണ്ട്. അവർ വിടർന്നു വരുമ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ.